എല്ലാവർക്കും നമസ്കാരം. 2024 പാർലമെന്റ് ഇലക്ഷനോടുകൂടി തന്നെ ആന്ധ്രാപ്രദേശ്, ഒറീസ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഇലക്ഷൻ നടന്നിരുന്നു. അത് രണ്ട് സ്ഥലങ്ങളിലും ഭരണമുന്നണിക്ക് ഭരണം നഷ്ടപ്പെടുകയും ഈ NDA അല്ലെങ്കിൽ BJP മുന്നണി അത് ഭരണം തിരിച്ചു പിടിക്കുക അല്ലെങ്കിൽ ഭരണത്തിൽ ആദ്യമായിട്ടൊക്കെ എത്താനുള്ള സാഹചര്യം കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് ഇതിന്റെ കാരണങ്ങളാണ്. ഈ കാരണങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ആന്ധ്രാപ്രദേശിലെ മുൻ മുഖ്യമന്ത്രി YS രാജശേഖരന്റെ മകൻ YS ജഗൻമോഹൻ റെഡ്ഡിയും ഒറീസ മുൻ മുഖ്യമന്ത്രി ബിജു പട്നായിക്കിന്റെ മകൻ നവീൻ പട്നായിക്കും തമ്മിലുള്ള ചില സമാനതകളാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. 1997 ജനതാദൾ മുന്നണിയുടെ ഭാഗമായിട്ട് നവീൻ പട്നായിക് മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് കലിംഗ സിംഹമായിരുന്ന പ്രിയപ്പെട്ട മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിയും മുൻ ജനതാദൾ മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീ ബിജു പട്നായിക് അന്തരിക്കുകയും അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ മക്കളിൽ ആരെങ്കിലും രാഷ്ട്രീയത്തിൽ സജീവമാവണമെന്നുള്ള പാർട്ടി പ്രവർത്തകരുടെയും പാർട്ടി നേതാക്കന്മാരുടെയും ആവശ്യത്തിന്റെ അല്ലെങ്കിൽ പാർട്ടിയുടെ അല്ലെങ്കിൽ മുന്നണിയുടെ പാർട്ടി പ്രവർത്തകരുടെ നേതാക്കന്മാരുടെ എല്ലാം ആവശ്യപ്രകാരം ബിജു പട്നായിക്കിന്റെ മക്കളിൽ ആരെങ്കിലും രാഷ്ട്രീയത്തിൽ സജീവമാവണമെന്ന് ആവശ്യപ്പെടുകയും അതനുസരിച്ച് ബിസിനസ്സും പാട്ടും ഒക്കെ ആയിട്ട് ജീവിതം ആസ്വദിച്ച് കഴിഞ്ഞിരുന്ന അവിവാഹിതനായ നവീൻ പട്നായിക്ക് 1997 ജനതാദൾ പാർട്ടിയിൽ ചേരുന്നു. അതിനുശേഷം ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമായതിനു ശേഷം 1997 തന്നെ ബിജു ജനതാദൾ എന്ന പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അദ്ദേഹം തുടങ്ങിയതിനു ശേഷം അദ്ദേഹം 2000 ബിജു ജനതാദളിന്റെ ബാനറിൽ ഇലക്ഷനിൽ മത്സരിക്കുന്നു, മുഖ്യമന്ത്രിയാവുന്നു. തുടർന്ന് 2024 ജൂൺ 4 വരെ അദ്ദേഹം തന്നെയായിരുന്നു ഒറീസയുടെ മുഖ്യമന്ത്രി. ഇന്ത്യ രാജ്യത്തെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ കാലയളവ് തുടർച്ചയായിട്ട് മുഖ്യമന്ത്രിയായ ഒരു വ്യക്തിയാണ് നവീൻ പട്നായിക്. അതേപോലെ തന്നെ മുൻ ആന്ധ്ര മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ സമ്പന്നനായ നേതാവുമായിരുന്ന YS രാജശേഖര റെഡ്ഡിയുടെ മകൻ ജഗൻമോഹൻ റെഡ്ഡി 2009 അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം 2011 അദ്ദേഹം YSR കോൺഗ്രസ് പാർട്ടി എന്നൊരു പാർട്ടി രൂപീകരിക്കുകയും ആദ്യ സമയത്ത് കടപ്പ പോലെയുള്ള അത് YSRനോട് ചേർന്ന് നിന്നിരുന്ന വ്യക്തികളെ പാർട്ടിയിൽ YSR കോൺഗ്രസിൽ ചേർക്കുകയും അവരെ വെച്ച് ഇലക്ഷൻ മത്സരിക്കുകയും ചിലയിടങ്ങളിലൊക്കെ ജയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കടപ്പ പോലുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹം ജയിച്ചു. 2014 അദ്ദേഹം ഇലക്ഷനിൽ മത്സരിക്കുന്നു, മുഖ്യ പ്രതിപക്ഷ നേതാവാകുന്നു. അതേപോലെ തന്നെ ഇതിനകത്തൊരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം, ഇവർക്ക് രണ്ടുപേർക്കും പൊളിറ്റിക്സിൽ വലിയ താല്പര്യമുള്ള വ്യക്തികളായിരുന്നില്ല. രണ്ടുപേരും പൊളിറ്റിക്സിൽ വരുന്നു. അതേപോലെ തന്നെ രണ്ടുപേർക്കും മറ്റൊരു പാർട്ടിയുമായിട്ട് അല്ലെങ്കിൽ മുന്നണിയുമായിട്ട് അലയൻസിൽ താല്പര്യമില്ലാത്ത വ്യക്തികൾ, രണ്ടുപേരും വ്യത്യസ്ത ചിന്താഗതിക്കാർ, രണ്ടുപേരും രണ്ട് സംസ്ഥാനത്ത് ഒരാൾ 24 വർഷവും ഒരാൾ 5 വർഷവും തികച്ചു ഭരിക്കുന്നു. രണ്ടുപേരുടെയും പിതാക്കന്മാർ മുൻ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരാവുന്നു. ഓരോ സംസ്ഥാനാധിപതികളായി വിലസിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. താൻ പോരുമയ്ക്കും ഒരാൾ കലിംഗ സിംഹവും ഒരാൾ ആന്ധ്ര സിംഹവും കടപ്പയുടെ സിംഹവുമായിരുന്ന വ്യക്തിയാണ് രണ്ടുപേരും. കലിംഗ സിംഹവും ഒരാൾ ആന്ധ്ര സിംഹം അല്ലെങ്കിൽ കടപ്പ സിംഹം എന്നൊക്കെ പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു രാജശേഖർ റെഡ്ഡി. അതേപോലെ തന്നെ കലിംഗ സിംഹമായിരുന്നു. ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടി തോൽക്കാനുള്ള ഒന്നാമത്തെ കാരണം ചന്ദ്രബാബു നായിഡുവിനെ ജയിലിലിട്ടതും അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് വലിച്ചിറക്കിക്കൊണ്ടുപോയി ജയിലിലിടുന്ന ഒരു സാഹചര്യം തെലുങ്കരുടെ മനസ്സിൽ അതൊരു തീരാത്ത മുറിവ് അല്ലെങ്കിൽ വേദന ഉണ്ടാക്കിയിട്ടുള്ള ഒരു വന്ധ്യവയോധികനായ 74 വയസ്സുള്ള ചന്ദ്രബാബു നായിഡുവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടത് ജനങ്ങൾക്ക് മനസ്സിൽ അത് അഫക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാരണം, ഈ കാരണത്തിന് ഒരു സ്ഥലമാണ് ഇതിനൊരു മെയിൻ ആയിട്ടുള്ള ഒരു കാരണമായിട്ടുള്ള ഒരു സ്ഥലം. രാജമുണ്ട്രി സെൻട്രൽ ജയിലിലാണ് ചന്ദ്രബാബു നായിഡുവിനെ പ്രവേശിപ്പിച്ചത് അല്ലെങ്കിൽ ഇട്ടത്. അദ്ദേഹം രാജമുണ്ട്രി സെൻട്രൽ ജയിലിൽ കിടക്കുകയും ആ സമയത്ത് വിഭജിച്ച് നിന്നിരുന്ന BJPയും പവൻ കല്യാണിന്റെ പാർട്ടി ജനസേന പാർട്ടിയും ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടിയും ഒന്നിക്കുകയും രാജമുണ്ട്രി സെൻട്രൽ ജയിലിൽ നിന്നും അദ്ദേഹം ഇറങ്ങി വരുന്ന സമയത്ത് അദ്ദേഹത്തെ സ്വീകരിക്കാനായി പവർ സ്റ്റാർ പവൻ കല്യാൺ, BJPയുടെ നേതാക്കന്മാര്, ചന്ദ്രബാബു നായിഡുവിന്റെ മകൻ നാരാ ലോകേഷ് തുടങ്ങിയ TDPയുടെ പാർട്ടി
പ്രവർത്തകർ നേതാക്കന്മാരും എത്തുകയും അത് ഒരു എഫക്റ്റ് ആയിട്ടുണ്ട്. അതുവഴി ചന്ദ്രബാബു YS ജഗന്റെ ഒരു പേരിന് ഒരു കളങ്കം സംഭവിച്ചു. അടുത്ത കാരണം ചന്ദ്രബാബു നായിഡുവിന്റെ മകനും യൂത്ത് വിങ്ങിന്റെ നേതാവുമായിട്ടുള്ള നാരാ ലോകേഷ് 3300ഓളം കിലോമീറ്റർ സഞ്ചരിക്കുകയും പാവപ്പെട്ടവരുടെയും സമൂഹത്തിന്റെ നാനാതുറകളിൽ ജീവിക്കുന്ന വ്യക്തികളുടെയും പരാതികളും വിഷമങ്ങളും പ്രശ്നങ്ങളും കേൾക്കുകയും അതുവഴി പരാതി പരിഹരിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്തു. അതും YS ജഗനെ അഫക്റ്റ് ചെയ്തിട്ടുള്ള കാരണങ്ങളിൽ ഒന്നാണ്. ജഗൻമോഹൻ റെഡ്ഡി അദ്ദേഹത്തിന്റെ പാർട്ടിയും നേരിട്ടുകൊണ്ടിരുന്ന ഒരു വെല്ലുവിളി ലീഡേഴ്സിന്റെ അഭാവമാണ്. ജഗന് ശേഷം ആര് എന്നുള്ളൊരു പ്രശ്നം അവിടെ വരുന്നു. ജഗൻ ഒറ്റയ്ക്ക് പല സ്ഥലങ്ങളിലും ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തുന്നു. 175 നിയമസഭാ സീറ്റിലേക്കും 25 ലോക്സഭാ സീറ്റിലേക്കും അദ്ദേഹം ഒറ്റയ്ക്ക് ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നു, നടത്തുന്നു. അതേ സമയത്ത് NDA മുന്നണിയുടെ സ്ഥാനത്ത് ചന്ദ്രബാബു നായിഡു, നാരാ ലോകേഷ്, അതേപോലെ തന്നെ നമ്മുടെ BJPയുടെ നേതാക്കന്മാര്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ നേതാക്കന്മാർ വരുന്നു. അവർ ഇലക്ഷൻ പ്രചാരണത്തിന് സജീവമാകുന്നു. അതും ഒരു പരിധി വരെ ഒരു ജഗന് അഫക്റ്റ് ആയിട്ടുള്ള കാരണങ്ങളിൽ ഒന്നാണ്. പിന്നെ അടുത്ത കാരണം YSRന്റെ മകളും YS ജഗന്റെ സഹോദരിയുമായ YS ശർമിള വളരെ അടുത്ത കാലത്ത് കോൺഗ്രസിൽ ചേരുകയും കടപ്പയിൽ മത്സരിക്കുകയും ബാക്കി 175 മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തുകയും 25 ലോക്സഭാ സീറ്റിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തുകയും അവർ കുറച്ച് വോട്ടുകൾ പിടിച്ചത് YSR കോൺഗ്രസിന്റെ പോക്കറ്റിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അതും ചെറിയ ചില മണ്ഡലങ്ങളിൽ ചെറിയ വോട്ടിന് വ്യത്യാസത്തിൽ തോൽക്കുകയും ആ പോയ വോട്ട് YSRന്റെ പോക്കറ്റിൽ നിന്ന് പോന്നു. ശർമിള അവിടെ വളരെ കുറച്ച് ശതമാനം വോട്ടേ പിടിച്ചുള്ളൂ എങ്കിൽ പോലും അത് അഫക്റ്റ് ആയിട്ടുള്ളത് YSR കോൺഗ്രസ് പാർട്ടിക്കാണ്. 100ഓളം MLA-മാരെ മാറ്റി പുതിയ MLA-മാർക്ക് മത്സരിക്കാൻ അവസരം കൊടുക്കുകയും അതുവഴി പാർട്ടി പ്രവർത്തകർക്കിടയിലും മുൻപ് നല്ല പ്രവൃത്തി കാഴ്ചവെച്ചുകൊണ്ടിരുന്ന MLA-മാരുടെ ഇടയിലും ഒരു അസംതൃപ്തി ഉണ്ടാവുകയും അതും YSR കോൺഗ്രസിനെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു കാരണമാണ്. അടുത്ത കാരണം മൂന്നാമത്തെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം പവർ സ്റ്റാർ പവൻ കല്യാണാണ്. പവൻ കല്യാൺ TDP-യെയും BJP-യെയും കൂട്ടിയിണക്കിക്കൊണ്ട് NDA ഒരു മുന്നണി ഉണ്ടാക്കുകയും ഇവർ സീറ്റ് വിഭജിക്കുകയും സീറ്റ് വിഭജനത്തിൽ യാതൊരു തർക്കവും വരാതിരിക്കുകയും ഇവരെല്ലാവരും കൂടി ഒന്നിച്ചു നിന്ന് മത്സരിക്കുകയും നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും സീറ്റ് വിഭജനത്തിലും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ ഇവര് കൃത്യമായിട്ട് പ്രവർത്തിക്കുകയും അതുവഴി ഭരണത്തിലേക്ക് കയറാനുള്ള ഒരു സാഹചര്യം ഇവർക്ക് ഉണ്ടാവുകയും ചെയ്തു. അദ്ദേഹം ഒരിക്കലും ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു പരിധിക്ക് മേലെ അത് ഗ്രൗണ്ടിൽ വർക്കായിട്ടില്ല. അതേപോലെ തന്നെ YSR കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകർക്കോ MLA-മാർക്ക് വരെയും ഇലക്ഷനിൽ അവരുടെ നേതാവിനെ കാണാനോ അല്ലെങ്കിൽ അവരുടെ നേതാവിനോട് സംസാരിക്കാനുള്ള സാഹചര്യം വളരെ റയറായിട്ടാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതുമാത്രമല്ല അതിന്റെ കടമ്പകൾ വളരെ വലുതായിരുന്നു. അതും YSR കോൺഗ്രസ് പാർട്ടി പരാജയപ്പെടാനുള്ള കാരണമാണ്. ഇതൊക്കെയാണ് YSR കോൺഗ്രസ് പരാജയപ്പെടാനുള്ള കാരണം. ഏറ്റവും അവസാനത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് YS ജഗനെ കാണണമെങ്കിലോ സംസാരിക്കണമെങ്കിലോ പാർട്ടി MLA-മാർക്ക് വരെ പല കടമ്പകളും കടക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം ഒരിക്കലും ആക്സസബിൾ അല്ല എന്നാണ് ആന്ധ്രയിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ. അതും ഇലക്ഷൻ അഫക്ട് ചെയ്തിട്ടുള്ള കാരണങ്ങളിൽ ഒന്നാണ്. കാരണം നവീൻ പട്നായിക്കിന്റെ ആരോഗ്യത്തിലുള്ള പ്രശ്നങ്ങളാണ്. ആരോഗ്യപരമായിട്ട് അദ്ദേഹം ഫുൾ വീക്കായിരുന്നു. ഇലക്ഷൻ പ്രചരണത്തിന് പല വേദികളിലും അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിന് കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. വിറയ്ക്കുന്ന സമയത്ത് തൊട്ടടുത്ത് നിന്ന VK പാട്ടീൽ എന്നിട്ടുള്ള ക്യാബിനറ്റ് മന്ത്രിയോ അല്ലെങ്കിൽ മുൻ IAS ഉദ്യോഗസ്ഥനോ ഇദ്ദേഹം അത് മറയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. അത് ഒരു പരിധി വരെ ബിജു ജനതാദളിനെ അഫക്ട് ചെയ്തിട്ടുള്ള ഒരു കാരണമാണ്. പിന്നെ ഇദ്ദേഹവും ഒരു വൺമാൻ ആർമി ആയിരുന്നു. കാരണം ഇദ്ദേഹത്തിന്റെ പാർട്ടിയിലെ മെയിൻ ലീഡർ ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിനെ കാണണമെങ്കിൽ VK പാട്ടീലിനോട് സംസാരിക്കണം. VK പാട്ടീലിന് അനുമതി കിട്ടിയാൽ മാത്രമേ മുഖ്യമന്ത്രി കാണാൻ പറ്റുന്ന സാഹചര്യമുള്ളൂ. അതേ സമയത്ത് BJP-യിൽ സംസ്ഥാനത്ത് തന്നെ നല്ല നേതാക്കന്മാരുണ്ടായിരുന്നു. അതേപോലെ തന്നെ കേന്ദ്രത്തില് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും തുടങ്ങിയ ദേശീയ നേതാക്കന്മാർ വന്ന് അവരോട് കാര്യങ്ങൾ സംസാരിക്കുന്നു. അതൊക്കെ ജനങ്ങളുടെ മനസ്സിൽ
നവീൻ പട്നായിക്കിന്റെ കാലം കഴിഞ്ഞു, ഇനിയുള്ള കാലം BJP ആണ് എന്നുള്ളൊരു തോന്നൽ വരികയും അതുവഴി 21 ഒരു സീറ്റ് പോലും കിട്ടാതെ പാർലമെന്റിലേക്ക് അദ്ദേഹം പരാജയപ്പെടുന്നു. നിയമസഭയിൽ 147 അംഗ നിയമസഭയിൽ 78 അംഗങ്ങൾ നേടി BJP അധികാരത്തിൽ വരുന്നു. വെറും 57 സീറ്റുമായി അദ്ദേഹം പ്രതിപക്ഷത്തിരിക്കുന്നു. കോൺഗ്രസിനും 11 സീറ്റ് നേടാൻ കഴിഞ്ഞു. ഇതേ സാഹചര്യത്തിൽ ഇത്രയും ഒരു വെല്ലുവിളി ഇദ്ദേഹം നേരിടുന്നുവെങ്കിൽ കോൺഗ്രസുമായിട്ട് ഒരു അലയൻസ് അവർക്ക് സൃഷ്ടിക്കാമായിരുന്നു. അതുവഴി ഒരുമിച്ച് മത്സരിക്കാൻ സാധിക്കുമായിരുന്നു. ഭരണത്തിലേക്ക് എത്താനുള്ള സാഹചര്യവും അവർക്ക് കിട്ടുമായിരുന്നു. അടുത്ത മെയിൻ കാര്യം, എനിക്ക് ശേഷം VK പാണ്ഡ്യൻ അല്ലെങ്കിൽ നവീൻ പട്നായിക്കിന് ശേഷം VK പാണ്ഡ്യനാണ് ഒറീസ ഭരിക്കാൻ പോകുന്നത് എന്ന്, അല്ലെങ്കിൽ പിൻ സീറ്റിൽ ഇപ്പോൾ തന്നെ VK പാണ്ഡ്യനാണ് പിൻ സീറ്റ് ഡ്രൈവിംഗ് നടത്തുന്നത് എന്നുള്ളൊരു ബോധ്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ BJP കഴിഞ്ഞു. അല്ലെങ്കിൽ അതങ്ങനെയല്ല എന്ന് പറയാനുള്ള സാഹചര്യം ഉണ്ടായത് തന്നെ ഇലക്ഷൻ റിസൾട്ട് വരുന്ന സമയത്താണ് നവീൻ പട്നായിക്കിനുണ്ടായത്. അതും ഒരു കാരണമായിരുന്നു. പക്ഷേ ഇതൊക്കെയാണെങ്കിൽ പോലും നവീൻ പട്നായിക്കിന്റെ ഭരണകാലത്ത് 24 വർഷത്തിൽ അദ്ദേഹം ഒറീസയിൽ നല്ല വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായ സമയത്ത് അതിനു മുമ്പ് ജനങ്ങൾ ജീവിച്ചിരുന്നതിലും നന്നായിട്ട് അദ്ദേഹം ജനങ്ങൾ ജീവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നവീൻ പട്നായിക്കിന്റെ ഭരണകാലത്ത് അദ്ദേഹത്തിന്റെ പേരിൽ യാതൊരുവിധ അഴിമതിയോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല. പിന്നെ പല BJD MLA-മാരും MP-മാരും BJP-യിൽ ചേർന്നതും ഇത് ഒരു കാരണമാണ്. മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, നമ്മൾ നന്നായിട്ട് പ്രവർത്തിക്കുന്നു, പക്ഷേ നമ്മുടെ എതിരാളികളെ ഒരിക്കലും നമ്മൾ വില കുറച്ച് കാണരുത്. എതിരാളികളെ വില കുറച്ച് കണ്ടാൽ പ്രതിപക്ഷത്തിരിക്കേണ്ട സാഹചര്യം വരും. അത് നമ്മുടെ വ്യക്തി ജീവിതത്തിലായിക്കോട്ടെ, എതിരാളികളെ വില കുറച്ച് കണ്ടാൽ നമ്മൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പാഠം. നമുക്ക് അടുത്ത ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഇലക്ഷൻ അപ്ഡേറ്റ്സുമായിട്ട് അല്ലെങ്കിൽ ഇലക്ഷന്റെ കാര്യങ്ങളെ കുറിച്ച് വീണ്ടും നമുക്ക് ചർച്ച ചെയ്യാം.